മരണ വീട്ടിലെ ഭക്ഷണം ഇന്ന് ആഘോഷമാ. പല മരിച്ച വീടുകളിലും ഭക്ഷണത്തിന്റെ പെരുമയാ. കല്യാണ വീടുകളെക്കാൾ, വിവാഹത്തെക്കാൾ ആർഭാടത്തിന്റെയും ആഘോഷത്തിന്റെയും രാവുകൾ. ആളുകൾ ക്ഷണിക്കുന്നു മരിച്ചോന്റെ ചോറ് കഴിക്കാൻ. ഇന്നത്തെ ഭാഷയിൽ നമ്മളത് പച്ചക്ക് പറയുകയാണെങ്കിൽ മരണച്ചോറ് തിന്നാൻ ആളുകൾ കൂട്ടിക്കൊണ്ടുപോവുക. എന്നിട്ട് ഓരോരുത്തരും ആ ഒരു കല്യാണ വീടിന്റെ പ്രതീതിയുണ്ടാക്കി വലിച്ചു നീട്ടപ്പെട്ട താറപ്പായന്റെ ചുവട്ടില് മരിച്ച പിറ്റേന്ന് പോയാ കേൾക്കുന്നത് എന്താ? അവിടെ നെയ്ച്ചോറ് കൊടുക്ക്, ഇവിടെ അച്ചാറ് കൊടുക്ക്, അവിടെ തൈര് കൊടുക്ക്. മരിച്ചോൻ കബറിൽ 3 തികഞ്ഞിട്ടില്ല. ആ കുടുംബം 3 ദിവസം സങ്കടപ്പെടാൻ അവസരമുണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞത് അവസാനിച്ചിട്ടില്ല. അതിന്റെ മുൻപേ കുടുംബക്കാര് സ്റ്റാറ്റസ് കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ അതൊരു പവറ. മൂത്ത പിയ്യാപ്പിള ബിരിയാണി ദമ്മിട്ടതാണെങ്കിൽ ഇളയ പിയ്യാപ്പിള നെയ്ച്ചോറും കുറുമയായിരിക്കണം. 3ാമത്തെ ദിവസത്തേക്ക് ഇന്നതായിരിക്കണം. കുറഞ്ഞ പിയ്യാപ്പിളന്റെ മോശം. കുറവ് ഉണ്ടാക്കരുതെന്ന് മുവഹിദീങ്ങളായ രക്ഷിതാക്കൾ പോലും മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും മരിച്ച പൊരേ പോയാ ഒരു കട്ടകാപ്പി കുടിക്കരുത്, ഒരു കാവ കുടിക്കരുത് എന്നല്ല. ഇങ്ങനെ ആളെ ക്ഷണിച്ച് ഭക്ഷണമുണ്ടാക്കി ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതി ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് എന്തേ പഠിപ്പിച്ചത്? നിങ്ങളിൽ അകാരിബുകൾ, അടുത്ത ബന്ധുക്കൾ, ആ അടുത്ത ബന്ധുക്കൾ ചുറ്റുഭാഗത്തില്ലേ എങ്കിൽ അയൽവാസികൾ, ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. ഏത് കുടുംബത്തിന്? മരണപ്പെട്ട വീട്ടുകാർക്ക് അങ്ങോട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണം. ഇതേ ഉള്ളൂ ഇസ്ലാമിന്റെ മര്യാദ. അങ്ങനെ നിർബന്ധിപ്പിക്കുകയും ആ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണം. എന്നല്ലാത്ത ഒരു കുടിയും ആ രീതിയിലുള്ള ഒരൊറ്റ ഭക്ഷണ പരിപാടികളും ഈ ഒരു മരണസമയത്തുള്ളതായി ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിനു പകരം ഈ രീതിയിലുള്ള ആചാരങ്ങൾ, കണ്ണൂക്കിന്റെ ചോറ്, അച്ചോറ് തിന്നാനായിട്ടൊരു വിളി, അത് വിളിച്ചിട്ടില്ലെങ്കിൽ ഒരു പണക്ക്, ചോറ് മോശമായ കല്യാണത്തിനേക്കാളും വലിയ പരാതി, ഇങ്ങനെ ആഘോഷങ്ങളും ആർഭാടങ്ങളും മരണത്തിന്റെ പേരിൽ പോലും കാണിച്ചു കൂട്ടുമ്പോ കൃത്യമായി തിരുദൂതൻ പഠിപ്പിച്ചൊരു വാക്കുണ്ട്: നിങ്ങൾ തുടങ്ങി വെക്കുന്ന പലതും മറ്റൊരാൾക്ക് അനുകരിക്കേണ്ടി വരുമ്പോ നിങ്ങളും കുറ്റവാളികളാ. ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാലും അതില്ലെങ്കിൽ ചിലർക്കൊരു ചോദ്യ. ഇപ്പൊ ചില കല്യാണത്തില് ഡെക്കറേഷൻ ഇല്ലാത്തതുപോലെ ഡെക്കറേഷന് 5000 തുടങ്ങി, ഇപ്പൊ 50,000 കടന്ന് 1,00,000 എത്തി. അന്ന് ഉലമാക്കൾ പറഞ്ഞു തുടങ്ങിയതുപോലെ നിങ്ങൾക്കത് നിർത്താൻ പറ്റൂല. മാറി മാറി വരും. പൂക്കൾ മാറും, സ്റ്റേജുകൾ മാറും, ഡെക്കറേഷൻ മാറും, അതോടൊപ്പം തന്നെ ഏൽപ്പിക്കപ്പെടുന്ന ഇവന്റ് മാനേജ്മെന്റുകൾ മാറും. അതില്ലെങ്കിൽ ഉണങ്ങിയ കല്യാണപ്പൊരൊന്ന് ജോറാകണമെങ്കിൽ എന്തു വേണം? സ്റ്റേജും മേൽ കുറെ ഡെക്കറേഷൻ വേണം, 10,000 പൊടിപൊടിക്കണം. അതില്ലാത്തതിന്റെ പേരിൽ പലരുടെയും കല്യാണം വിലയിരുത്തപ്പെട്ടു. പലരും കല്യാണത്തിൽ കടം വാങ്ങി ചെയ്യേണ്ടി വന്നു. അതിന്റെയൊക്കെ പാപം ആ വഴി കാണിച്ചു കൊടുത്തവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട് എന്ന് ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഹബീബായ നബി തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ മരണത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വലിയ വലിയ അനാചാരങ്ങളാ. അതുകൊണ്ട് മക്കളോട് പറയണം, മക്കളെ, ഇയ്യാക്കും വൽ മുൻകറാത്തി, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് എത്രയും പെട്ടെന്ന് മറമാടാനുള്ള ഒരു അവസരം നോക്കുക എന്നല്ലാതെ മയ്യത്തിന്റെ പേരിൽ ആളുകൾ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളും വിദ്അത്തുകളും മുൻകറാത്തുകളും എന്റെ മയ്യത്തിനോട് നിങ്ങൾ ചെയ്യരുത്. കാരണം അതിന്റെ പേരിൽ എന്റെ മുൻപിൽ വെച്ച് എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ചെയ്ത കാരണത്തിന്റെ പേരിൽ എന്റെ മക്കൾ പരീക്ഷിക്കപ്പെടും, മക്കൾ ശിക്ഷിക്കപ്പെടും. അതുണ്ടാവരുത് മക്കളെ. റസൂലുള്ള എന്ത് പഠിപ്പിച്ചോ നമ്മക്കത് മതി. എന്ത് വേണ്ടാന്ന് പറഞ്ഞോ നമ്മക്കത് വേണ്ട. കുറച്ച് വിലയിടിഞ്ഞാലും പിശുക്കനാന്ന് വിളികേട്ടാലും ഒരു കാലാരണം അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് വെറുതെ ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്തവൻ എന്നൊക്കെ കളിയാക്കലുകൾ നേരിട്ടാലും ശരി, ആർജവത്തോടെ മക്കൾ പറയണം, വാപ്പാന്റെ ഖബറിലേക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആയുസ്സുള്ള കാലത്ത് വാപ്പ ചെയ്തു വെച്ച നല്ല കാര്യം ഞങ്ങൾ പിന്തുടരുന്നുണ്ട്. ഞങ്ങളെ വാപ്പാക്ക് അത് മതി. ഞങ്ങളെ വാപ്പാക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഏറ്റവും നല്ലത് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പറയുന്ന മക്കളാവണം എന്ന് മക്കളോട് 3ാമത്തെ വസിയത്ത് കൊടുക്കണം. ആ വസിയത്ത് ഉണ്ടെങ്കിൽ നമ്മളെ ഖബർ ജീവിതത്തിൽ നമ്മളെ സ്നേഹിച്ച് കാണിക്കുന്ന അഭിനയങ്ങളുടെ പേരിൽ ഒരിക്കലും നമുക്ക് അള്ളാന്റെ മുൻപിൽ മറുപടി പറയേണ്ടി വരില്ല. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.